കണ്ണൂർ വേദാന്ത സത്സംഗവേദിയും നാറാത്ത് കൈവല്യാശ്രമവും സംയുക്തമായി യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. കണ്ണൂർ KPSTA ഹാളിൽ സ്വാമി കൈവല്യാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ഈ രാഷ്ട്രത്തിന്റെ ജ്യോതിഷശാസ്ത്ര സമ്പ്രദായ പ്രകാരം തീരുമാനിക്കപ്പെട്ട ഒരു ദിവസമാണ് നമുക്ക് ഓർക്കുന്നത്. ദക്ഷിണായത്തിന്റെ ആമുഖ തുടക്ക ദിനം കൂടിയാണ് എന്നുള്ളതാണ് പ്രത്യേകത. ജൂൺ 21 എന്ന ഭാരതം നിർദ്ദേശിക്കുമ്പോൾ അത് ജ്യോതിഷപ്രകാരമുള്ളതാണ്. പലപ്പോഴും അത് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞാണ്. ജനിച്ചാലും നമുക്ക് ജ്യോതിഷമുണ്ട്, അത് കഴിഞ്ഞ് പേരെടുപ്പോഴും ജ്യോതിഷമുണ്ട്. പേര് ജ്യോതിഷം ആ ജനിച്ച നക്ഷത്രത്തിനോടനുബന്ധിച്ചുള്ള പേര് തന്നെ ആവണമെന്നുണ്ട്. എനിക്കൊരു കോളിൻ്റെയും പേര് വേറൊരു തരത്തിലാണെങ്കിൽ ജാതകത്തിൽ ജ്യോതിഷപ്രകാരം നക്ഷത്രപ്രകാരമുള്ള അക്ഷരത്തിൽ ചേർന്ന ഒരു പേരാവണം. അപ്പോൾ ഒരാൾക്ക് 2 പേരുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകതയും സംഭവിക്കുന്നതുമാണ്. ജാതകത്തിൽ ഒരു പേരായിരിക്കും, കോളിൻ്റെ വേറൊന്നായിരിക്കും. അപ്പോൾ എല്ലാറ്റിനും ജ്യോതിഷമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വിവാഹത്തിന് ജ്യോതിഷമുണ്ട്. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് കുട്ടികൾ ജനിക്കുമ്പോൾ ജ്യോതിഷം ആദ്യന്തമുണ്ട്. പിന്നെ വിവാഹം കഴിഞ്ഞ് പിന്നെ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴും കുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും അതിന് പ്രസവമായാലും അത് കഴിഞ്ഞ് പ്രസവിക്കാൻ വരുമ്പോഴും പ്രസവിച്ച കുട്ടിയുടെ നക്ഷത്രവും അങ്ങനെ എല്ലാ കാര്യത്തിലും ജ്യോതിഷം ഈ പ്രകൃതിയിലെ പ്രകാശാത്മകമായ എന്തോ ഒരു തത്വം അവരെ സ്വാധീനം ചെലുത്തുന്നു. VA രാമാനുജൻ അധ്യക്ഷത വഹിച്ചു. PK ഗോവിന്ദൻ, TP അശോകൻ, MV ശശിധരൻ, PK ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു. യോഗാചാര്യൻ MV സുരേഷ് യോഗാഭ്യാസ പ്രകടനം നടത്തി. മത്സ്യാസനം അഥവാ ഫിഷ് പോസ്റ്റർ, അർദ്ധ മത്സ്യാസനം, കാലുകൾ പത്മാസനത്തിലേക്ക് വെച്ച് കഴിയുമ്പോൾ ഇത് പൂർണ്ണ മത്സ്യാസനമായിട്ട് മാറും.